ഞാൻ തിരക്കിലാണ് എന്ന് എഴുതുന്നത് 2 ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ചിത്രം ഹൃദയത്തിന്റെ ചിത്രം, രണ്ടാമത്തേത് നഷ്ടപ്പെടുന്നു എന്നുള്ള അർത്ഥം കിട്ടുന്ന ഒരു ചിത്രം. ഞാൻ തിരക്കിലാണ് എന്ന് ജാപ്പനീസ് ഭാഷയിൽ പറയുന്നത് എന്റെ ഹൃദയം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അർത്ഥം കിട്ടുന്ന 2 ചിത്രങ്ങളാണ്. തിരക്കാകുമ്പോൾ നമ്മുടെ മനസ്സിന്റെ സാന്നിധ്യം നഷ്ടപ്പെടും. ആ തിരക്കിന് പല കാരണങ്ങളുണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മനസ്സിന്റെ സമാധാനമായിരിക്കും. മനസ്സ് സമാധാനത്തിലല്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യവും ശരിയാവില്ല. അതുകൊണ്ട് ഈ സന്ധ്യാനേരത്ത് നമ്മളിങ്ങനെ ശാന്തമായി ഒരുമിച്ച് കൂടിയ ഈ സമയത്ത് നമുക്ക് ഇതിന്റെ തുടക്കം കുറച്ചുകൂടെ ഒന്ന് സാന്നിധ്യമുള്ളതാക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും പ്രാർത്ഥിക്കുന്നുണ്ടോ? പറയുമ്പോൾ ശരിക്കും പറയുന്നുണ്ടോ? കേൾക്കുമ്പോൾ ശരിക്കും കേൾക്കുന്നുണ്ടോ? അതിനെന്ത് വേണം? നമ്മൾ ഒന്നുകൂടെ ഒന്ന് അകത്തേക്ക് ചിന്തിക്കണം. സാധാരണ നമുക്ക് ഈശ്വരൻ തന്നിട്ടുള്ള എല്ലാ ഇന്ദ്രിയങ്ങളില്ലേ, നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം പുറത്തേക്കാണ്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ഈശ്വരനെ അറിയാൻ കഴിയില്ല. ഈശ്വരനെ അറിയണമെങ്കിൽ ഇന്ദ്രിയങ്ങളൊക്കെ അടച്ചു പിടിക്കണം. കണ്ണ് അടച്ചു പിടിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധയോടെ ആലോചിക്കാൻ കഴിയും. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ ആളുകള് കണ്ണടച്ചു പോകുന്നത്. അതുകൊണ്ടാണ് കെട്ടിപ്പിടിക്കുമ്പോൾ ആളുകള് കണ്ണടച്ചു പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ ഉമ്മ വെക്കുമ്പോൾ നമ്മൾ കണ്ണടച്ചു പോകുന്നത്. കാരണം ആ ചെയ്യുന്ന കാര്യം ഏകാഗ്രമാകണമെങ്കിൽ ഇന്ദ്രിയങ്ങള് അടച്ചു പിടിക്കണം. അങ്ങനെ നമ്മുടെ കണ്ണൊന്ന് അടച്ചു പിടിച്ച് നമുക്കൊരു മിനിറ്റ് നേരം 1-2 കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ അല്ലേ? നിങ്ങളൊന്ന് കംഫർട്ടായിട്ട് ഇരിക്കുമോ? ഇപ്പൊ ഇരിക്കുന്നത് ഒന്ന് ശ്രദ്ധയോടെ ഇരിക്കുമോ? എന്നിട്ട് പതുക്കെ കണ്ണുകളൊന്ന് അടച്ചു പിടിക്കാം. എപ്പോഴും പുറത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കണ്ണിനെ ഒന്ന് അകത്തേക്ക് നോക്കാൻ വേണ്ടി അടച്ചു പിടിക്കാം. ജനിച്ച നിമിഷം മുതൽ ഈ നിമിഷം വരെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന നമ്മുടെ ശ്വാസത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഒന്ന് ശ്വസിക്കാൻ യന്ത്രങ്ങളുടെ സഹായം ആവശ്യമുള്ള 10,000-കണക്കിന് മനുഷ്യർ ആശുപത്രികളിൽ കിടക്കുന്നുണ്ട്. ഒരു തടസ്സവുമില്ലാതെ ശ്വസിക്കാൻ നമ്മളെ അനുഗ്രഹിക്കുന്ന പരമദയാലുവായ ആ മഹാകാരുണ്യത്തിന് മനസ്സിൽ നന്ദി പറയാം. ജീവിതത്തിൽ ഇന്നോളം ആസ്വദിച്ചിട്ടില്ലാത്ത അത്രയും ശ്രദ്ധയോടെ നമ്മുടെ ശ്വാസത്തെ നമുക്കൊന്ന് ആസ്വദിക്കാം. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എനർജി കിട്ടുന്നത് പോലെ നമ്മുടെ ശ്വാസത്തെ ഒന്നനുഭവിക്കാം. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പരക്കുന്നത് പോലെയുള്ള ഒരു ശ്വാസം അകത്തേക്കെടുത്ത് അതിനെ ഒന്നനുഭവിക്കാം. ഈശ്വരൻ നമ്മുടെ ജീവിതത്തിലേക്ക് സമ്മാനിച്ചിട്ടുള്ള
ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യന്മാരുടെ മുഖം മനസ്സിലൊന്ന് ഓർത്തെടുക്കാം. 800 കോടി മനുഷ്യന്മാർ ജീവിക്കുന്ന ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തിന് ഭംഗിയായി, അലങ്കാരമായി ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യന്മാരുടെ മുഖങ്ങൾ ഒന്ന് മനസ്സിൽ ഓർത്തെടുക്കാം. അവരിപ്പോൾ നമ്മുടെ മുന്നിലുള്ളതുപോലെ ഒന്ന് സങ്കല്പിക്കാം. അവരോട് നന്ദി പറയാം. എൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ വന്നതിന് നന്ദി. എന്നെ എൻ്റെ പോരായ്മകളോട് സ്നേഹിക്കുന്നതിന് നന്ദി. എന്നെ എൻ്റെ പോരായ്മകളോട് സ്വീകരിക്കുന്നതിന് നന്ദി. ഒന്നുകൂടെ നമ്മുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ച് ശ്വാസത്തെ അനുഭവിച്ച് പതുക്കെ ഒന്ന് ഒരു ചെറിയ പുഞ്ചിരിയോട് ഈ സന്ധ്യാനേരത്ത് ഒരുമിച്ച് കൂടിയ നമുക്ക് ഓരോരുത്തർക്കും പതുക്കെ ഒന്ന് സമാധാനത്തോടെ കണ്ണു തുറക്കാം. ഇപ്പോ കുറേ നേരമായിട്ട് യാത്ര ചെയ്തുകൊണ്ട് വന്ന് എനിക്ക് ഇനി പറയുമ്പോൾ കുറച്ചുകൂടെ സമാധാനത്തോടെ പറയാം. വലിയ ഒച്ചപ്പാടൊന്നുമില്ലാതെ എനിക്ക് പറയാൻ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ ശാന്തമായി പറയാൻ കഴിയും. കേൾക്കുന്ന നിങ്ങൾക്ക് മനസ്സിനെ കുറച്ചുകൂടെ അതിൻ്റെ അലകളെല്ലാം അടങ്ങി, മനസ്സിന്റെ തിരമാലകളെല്ലാം അടങ്ങി കുറച്ചുകൂടെ ശ്രദ്ധയോടെ കേൾക്കാം. നിങ്ങളുടെ നാടിന്റെ പേര് ഭയങ്കര രസമുള്ളൊരു പേരാണ്, ഉണ്ടപ്ലാവ് എന്നാണ്. അപ്പൊ നമ്മൾ ചോദിച്ചു അതിന്റെ കാരണം എന്താണ്, അങ്ങനെ ഒരു പേര് കിട്ടാൻ എന്താണ് കാരണം. പണ്ട് ഇവിടെ ഈ നാട്ടില് ഒരു പ്ലാവ് ഉണ്ടായിരുന്നു എന്നും അത് നല്ല ഉണ്ട ചക്കയുള്ള പ്ലാവായിരുന്നു എന്നും ആ ഒരു പ്ലാവാണ് ഈ പേരിന്റെ അടയാളമായി മാറിയത് എന്നും. പ്ലാവിന്റെ ഒക്കെ ഇലകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പ്ലാവിന്റെ മാത്രല്ല, എല്ലാ ഇലകൾ ഇങ്ങനെ ഉണങ്ങി താഴെ വീഴുമ്പോ ആ ഇല മാത്രല്ല ഉണ്ടാവുക, ശ്രദ്ധിച്ചില്ലേ? ആ ഇലയുടെ കൂടെ ഒരു തണ്ട് ഉണ്ടാവും. അതെന്തിനാ? ഇല മാത്രം പോരെ, ഇല മാത്രം താഴെ വീണാൽ പോരെ, എന്തിനാണ് ആ ഇലയുടെ കൂടെ ഒരു തണ്ട് കൊടുത്തത്? എന്തിനായിരിക്കും? ഭയങ്കരല്ലേ? ഇല മാത്രം വീണാൽ പോരെ, ആകാശത്തിൽ നിന്ന് വീണതല്ല, അതൊരു മരത്തിൽ നിന്ന് വീണതാണ്. അതാണ് ആ തണ്ട്. ഒരു ചെടി ഉണ്ടായിരുന്നു, അതൊരു മരമായി മാറി. ആ മരത്തിന് കുറെ ചില്ലകൾ ഉണ്ടായി. ആ ചില്ലകളിൽ പിന്നെയും ചെറിയ ചെറിയ ചില്ലകൾ ഉണ്ടായി. ആ ചില്ലകളിൽ ഒരു ഇല ഉണ്ടായി. ആ ഇലയുടെ കാലം പൂർത്തിയായപ്പോ അത് ഉണങ്ങിപ്പോയി. ഉണങ്ങിയതിനു ശേഷം അത് താഴെ വീണതാണ്, അതല്ലാതെ ആകാശത്തിൽ നിന്ന് വീണതല്ല. ഇങ്ങനെ എന്റെയും നിങ്ങളുടെയും ഒക്കെ ശരീരത്തിൽ ഇതേപോലെ ഒരു അടയാളമുണ്ട്. എന്താ എന്താ? പൊക്കിള്. എന്തിനാണ് പൊക്കിള്? പൊക്കിളുകൊണ്ട് വേറെ യാതൊരു കാര്യമില്ല, ഒറ്റ കാര്യമുള്ളൂ. ഇല ഒരു മരത്തിൽ നിന്ന് വീണതാണ് എന്ന് പറയുന്നത് പോലെ നമ്മൾ ആകാശത്തിൽ നിന്ന് വീണതല്ല എന്നും ഒരമ്മയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പൊട്ടി വീണതാണ് എന്നും തെളിയിക്കുന്ന തണ്ട് പോലെ ഒരു അടയാളമാണ് പൊക്കിൾ. നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അവൾ ഇന്നിങ്ങനെ വിളിച്ചപ്പോ പറയാ, അവള് 9 മാസം ഗർഭിണിയാ. അപ്പൊ അവള് പറയണ എന്താണെന്നറിയോ? ഒന്ന് മലർന്നു കിടക്കാൻ എത്ര ആഗ്രഹം ഉണ്ടെന്നറിയോ?
മലർന്ന് കിടക്കാനും കഴിയില്ല, കമിഴ്ന്ന് കിടക്കാനും കഴിയില്ല. ഗർഭിണിയായ ഒരു പെണ്ണിന് ചെരിഞ്ഞാണ് കിടക്കുക. ചെരിഞ്ഞു കിടന്നിട്ട് ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്തേക്ക് നമ്മൾ ചെരിയുന്നത് പോലെ ചെരിയാനും കഴിയില്ല. ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്ന അവള് ഇങ്ങനെ പതുക്കെ എഴുന്നേറ്റ് ഇരുന്നിട്ട് മറ്റേ ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്നു. നമ്മുടെ കുടുംബത്തിലൊരു കുട്ടി ഊട്ടിയിലേക്ക് ടൂറ് പോയി. 24-25 വയസ്സുള്ള ആളാ. അപ്പൊ ടൂറ് പോയി കുറച്ച് കഴിഞ്ഞത് മുതല് അവന്റെ ഉമ്മ അവനെ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. എവിടെ എത്തി, ഭക്ഷണം കഴിച്ചോ, എവിടെ താമസം, ക്ഷീണമുണ്ടോ, ഉമ്മ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക. കുറെ സമയമാവും, ഉമ്മ പിന്നെയും വിളിക്കും. അപ്പൊ ഒരു സമയം ഇവന് ദേഷ്യം വന്ന്, കാരണം ഇവന്റെ ചങ്ങാതിമാരൊക്കെ ഇവനെ കളിയാക്കാൻ തുടങ്ങി. നീ എന്താ ചെറിയ കുട്ടിയാണോ എന്ന് വെച്ചിട്ട്. അപ്പൊ ഇവനും ദേഷ്യം വന്ന് ഉമ്മയോട് അവൻ ദേഷ്യപ്പെട്ട്, എന്തിനാണ് എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. ഉമ്മ മറുപടി ഒന്നും പറഞ്ഞില്ല. ഉമ്മ ഫോണ് കട്ട് ചെയ്ത് അവിടെ ഇങ്ങനെ കരഞ്ഞിരിക്കാൻ തുടങ്ങി. ഇതാര് കണ്ടു? അവന്റെ പെങ്ങള് കണ്ടു. അവൾ ഇതേപോലെ പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുന്ന ആളാ. ഉമ്മ കരയുന്നത് കണ്ടപ്പോ തന്നെ അവൾക്ക് മനസ്സിലായി അവനെന്തോ പറഞ്ഞിട്ടുണ്ട്. അവള് വേഗം ആങ്ങളെ വിളിച്ച്, നീ എന്തേലും ഉമ്മയോട് പറഞ്ഞോ? ഇല്ല താത്ത, ഞാനൊന്നും പറഞ്ഞില്ല. സത്യം പറഞ്ഞു, ഉമ്മയോട് എന്തെങ്കിലും പറഞ്ഞു? ആ താത്ത, ഞാൻ ഉമ്മയോട് ദേഷ്യപ്പെട്ടു പോയി. ഉമ്മ കരയണുണ്ടടാ. ഉമ്മ കരയണുണ്ടോ? അയ്യോ, ഉമ്മ എപ്പോഴും ഇങ്ങനെ വിളിച്ചോണ്ടിരുന്നപ്പോ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ അങ്ങനെ, ഉമ്മ എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചതാണ്. അപ്പൊ അവള് ചോദിച്ചു, എടാ, എപ്പോഴും ഉമ്മ ഇങ്ങനെ വിളിക്കുന്നതാണോ നിന്റെ പ്രശ്നം? അതെന്തുകൊണ്ടാണെന്നറിയോ? അത് ഉമ്മ ആയതുകൊണ്ടാണടാ. നിനക്കറിയോ, ഞാനൊന്ന് കമിഴ്ന്ന് കിടന്നിട്ടേ 9 മാസമായി. ഒന്ന് കമിഴ്ന്ന് കിടക്കാൻ എത്ര ആഗ്രഹമുണ്ട് എന്ന് നിനക്കറിയോ? കമിഴ്ന്ന് കിടക്കൂലടാ. ഉറക്കത്തിൽ അറിയാതെ പോലും കമിഴ്ന്ന് കിടക്കൂല. കാരണം എന്താ അറിയോ? എന്റെ ഉള്ളിലെ ഒരു ജീവൻ പൊടിയുന്നുണ്ട്. എന്റെ ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവായ ദിവസം മുതൽ ഞാൻ പിന്നെ കമിഴ്ന്ന് കിടന്നിട്ടില്ല. ഉമ്മ എന്തുകൊണ്ടങ്ങനെ വിളിക്കണെന്നറിയോ? എടാ, ഉമ്മ എന്ന് പറഞ്ഞാൽ ആ ശ്രദ്ധയാണ്. ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയൂല. ഉമ്മാക്ക് കുട്ടിയെ ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയൂല. പ്ലാവിന്റെ ഇല ഇങ്ങനെ താഴേക്ക് വീഴുമ്പോ ഇല മാത്രമല്ല ഉള്ളത്, ആ ഇലയുടെ കൂടെ ഒരു തണ്ടുണ്ട്, നമ്മുടെ കൂടെ ഒരു പൊക്കിളും. ഇവിടെ പരീക്ഷ എഴുതാനിരിക്കണ കുട്ടികളും അല്ലാത്ത ആളുകളൊക്കെ ഉണ്ടല്ലോ. വെറുതെ ഉമ്മയുടെ അടുത്ത് ചെന്നിട്ട്, അമ്മയുടെ അടുത്ത് ചെന്നിട്ട് ആ കൈ ഇങ്ങനെ നോക്കുന്നു. കുറെ അടയാളങ്ങൾ കാണും, പൊള്ളിയ പാടുകൾ കാണും, കത്തി തട്ടിയ അടയാളങ്ങൾ കാണും, മുറിവായതിന്റെ പാടുകൾ കാണും, വെള്ളം തട്ടി കീറിയ വിരലെടുക്കുകൾ കാണും. ഒരു ജീവിതം. ഈ അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ ശരീരമൊക്കെ ഇങ്ങനെ ശോഷിച്ചിട്ടുണ്ടാവും. വയസ്സ് കുറേയൊക്കെ ആകുമ്പോ അവരുടെ ശരീരത്തിൽ നിന്ന് ചോരയും നീരൊക്കെ ഇങ്ങനെ കുറയും. ആ പഴയ ഒരു തേജസ്സൊക്കെ ഇങ്ങനെ കുറയാൻ തുടങ്ങും. അതൊക്കെ എങ്ങോട്ടാ പോയത്? അത് മക്കളെ നോക്കിയാൽ മതി അതെങ്ങോട്ടാ പോയതെന്നറിയാം. മക്കളുടെ ശരീരത്തിൽ ആ തേജസ് മുഴുവനും ഉണ്ട്. അവിടെ നിന്നുള്ള തേജസ്സും ചോരയും നീരൊക്കെ ഇങ്ങോട്ട് പോവാ ചെയ്യുന്നത്. അതുകൊണ്ട് ആയുസ്സില് ഒരു മനുഷ്യന് ഉള്ളിൽ സൂക്ഷിക്കാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ചിലതൊന്നും മറക്കാതിരിക്കുക എന്നുള്ളതാണ്. അവിടെ ദൈവത്തിന്റെ ഒരു കൃപ ഉണ്ടാവുള്ളൂ, അല്ലാത്തടത്തത് ഉണ്ടാവില്ല. കടമ്മനിട്ട എന്ന് പറയുന്ന നമ്മുടെ ഒരു മഹാകവിയുണ്ട്, കടമ്മനിട്ട രാമകൃഷ്ണൻ മഹാകവിയാ. അദ്ദേഹത്തിന്റെ ഒരു ചെറിയ കവിതയുണ്ട്. അതിങ്ങനെയാ: നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നമ്മൾ ഓർക്കുക നമ്മളെങ്ങനെ നമ്മളായെന്ന്. ഈശ്വരൻ ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ വെറുതെ ഒരു വിനോദത്തിന് വേണ്ടി സൃഷ്ടിക്കുന്നില്ല. ഒരു മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് ഈശ്വരൻ സൃഷ്ടിക്കുമ്പോ, പ്ലാൻ ചെയ്യുമ്പോ, ആ മനുഷ്യനെ കൊണ്ട് ഭൂമിയിൽ എന്തോ ഒരു കാര്യം ചെയ്യാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നത്.
നമ്മളെ എന്തിനാണോ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് അതിനു വേണ്ടിയല്ല സാറിനെ പറഞ്ഞയച്ചിട്ടുള്ളത്. നമ്മളെ രണ്ടാളെയും ഒരേ കാര്യത്തിനാണ് പറഞ്ഞയച്ചത് എങ്കിൽ രണ്ടാള് വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, ഒരാള് വന്നാൽ മതിയായിരുന്നു. ഈ രണ്ടാളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചതിന് രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. ഇപ്പൊ നമ്മളെ എന്തിനാണോ സൃഷ്ടിച്ചിട്ടുള്ളത് ആ കാര്യം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാൻ വേറൊരാള് വരൂല. അതാണ് ഒരു മനുഷ്യൻ അത്രയും യുണീക്കാണ്. ശ്രീ രവിശങ്കർ എന്ന ഒരു വലിയ പണ്ഡിതനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ കേട്ടതാണ്. അദ്ദേഹം പറയാ, നമുക്ക് കിട്ടുന്ന ഓരോ കുഞ്ഞുങ്ങളും ഓരോ സമ്മാന പൊതിയാണ്. നല്ലൊരു ഉദാഹരണമായിട്ട് തോന്നിയത്, നമുക്ക് കിട്ടുന്ന ഓരോ കുഞ്ഞും ഓരോ സമ്മാന പൊതിയാണ്. അത് നമുക്ക് മനസ്സിലാവും സമ്മാന പൊതി എന്നാ. പക്ഷെ ഓരോ സമ്മാന പൊതിയുടെ അകത്ത് എന്താണെന്ന് നമുക്കറിയില്ല. ചിലത് പൂക്കളായിരിക്കും, ചിലത് മിഠായി ആയിരിക്കും, ചിലത് സ്വർണ്ണമായിരിക്കും, ചിലത് വെള്ളിയായിരിക്കും, ചിലത് അതിലേറെ അമൂല്യമായ വേറെന്തെങ്കിലും ആയിരിക്കും. എന്നാൽ ശൂന്യമായ ഒരു പൊതിയും ഇല്ല. അതാണ് അദ്ദേഹം പറയുന്നത്. കാലിയായി കിടക്കുന്ന യാതൊരു പൊതിയും ദൈവം ഈ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നില്ല എന്ന്. പക്ഷേ ഭൂമിയിലേക്ക് ദൈവം പറഞ്ഞയക്കുന്ന ഓരോ മനുഷ്യനിലും എന്തെങ്കിലും ഒരു അത്ഭുതമുണ്ട്. അത് നമുക്കറിയാം, സംശയമില്ല, അതെല്ലാവർക്കും അറിയാം. പക്ഷെ അങ്ങനെ ഒരു അത്ഭുതം ഉള്ളിൽ ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ നല്ല ഇരുട്ടുള്ള സമയത്ത്, നല്ല കൂരിരുട്ടുള്ള സമയത്ത് നമ്മുടെ കയ്യില് സ്വർണത്തിന്റെ വിളക്കുണ്ടായിട്ട് എന്താ കാര്യം? കത്തിക്കണ്ടേ? അത് കത്തിക്കണ്ടേ? എന്നാലല്ലേ അതിന്റെ വെളിച്ചം കിട്ടുള്ളൂ, അല്ലേ? നല്ല കൂരിരുട്ടുള്ള സമയത്ത് എന്റെ കയ്യില് സ്വർണത്തിന്റെ വിളക്കുണ്ട് എന്ന് ഒരാൾ പറഞ്ഞിട്ട് എന്താ കാര്യം? അയാളത് കത്തിക്കണ്ടേ? ഇതേപോലെയാ ദൈവം ഓരോ മനുഷ്യന്റെ ഉള്ളിലും എന്തോ ഒരു അത്ഭുതം കൊണ്ട് കൊളുത്തി വെച്ചിട്ടുണ്ട്. സ്വർണത്തിന്റെ ഒരു വിളക്ക് വെച്ചിട്ടുണ്ട്. പക്ഷെ വളരെ കുറച്ച് മനുഷ്യന്മാർ മാത്രമാണ് അതെന്താണ് എന്ന് അന്വേഷിച്ചു പോയിട്ടുള്ളത്. അല്ലാത്ത മനുഷ്യരൊക്കെ ഈ ലോകത്ത് ജീവിക്കുകയും മരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരെ കണ്ടെത്താതെയാണ് മരിച്ചു പോയിട്ടുള്ളത്. അതിനെന്താ വേണ്ടത്? അതിനൊറ്റ കാര്യമുള്ളൂ, കഠിനാധ്വാനം ചെയ്യണം. കഠിനാധ്വാനത്തിന് തയ്യാറാകാത്ത മനുഷ്യർക്ക് ആ ഉള്ളിലുള്ള അത്ഭുതത്തെ തിരിച്ചറിയാൻ പറ്റില്ല. ഇംഗ്ലീഷില് സ്മോൾ ലെറ്ററിൽ ഐ എന്ന് എഴുതാറുള്ളത് എങ്ങനെയാ? ചെറിയ അക്ഷരത്തിൽ ഐ എഴുതാറുള്ള ഒരു വരയും മുകളിൽ ഒരു കുത്തും കൊടുക്കും, അല്ലേ? ഒരു വരയും മുകളിൽ ഒരു കുത്തും, സിമ്പിൾ ആയിട്ടുള്ള ഒരു അക്ഷരം. അതിൽ യാതൊരു അത്ഭുതമൊന്നുമില്ല. പക്ഷെ അതൊന്ന് തിരിച്ചിട്ടല്ലോ, അതൊന്ന് തിരിച്ചിടുമ്പോ അതിലൊരു അത്ഭുതം കാണാം. ഓരോ ഐയുടെ അകത്തും ഇങ്ങനെ മറഞ്ഞു കിടക്കുന്ന ഒരു അത്ഭുതമുണ്ട്. നമ്മുടെ കുടുംബത്തില് ഒരാള് ഇങ്ങനെ ഈ ബാക്ക് പെയിൻ ഉണ്ടായിട്ട് ഒരു ആയുർവേദ ഡോക്ടറെ കാണാൻ പോയി, ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് പോയി. അങ്ങനെ ഡോക്ടർ ഇവരെ പരിശോധിച്ചതിന് ശേഷം ഇവർക്ക് ഉഴിച്ചിൽ വേണമെന്ന് ഇങ്ങനെ എഴുതി വെച്ചു. പ്രിസ്ക്രൈബ് ചെയ്യില്ലേ? പ്രിസ്ക്രിപ്ഷനിൽ എഴുതി വെച്ചത് ഇയാൾക്ക് ഉഴിച്ചിൽ വേണമെന്നാണ്, മസാജ് ചെയ്യണം എന്നാണ്. ഡോക്ടർ പണി കഴിഞ്ഞു കേട്ടോ. ഒഴിച്ചിൽ ചെയ്യുന്ന ഡോക്ടറൊന്നല്ല, അത് വേറെ ആളുകളാണ്. അതിനായിട്ടുള്ള കുറച്ച് സ്റ്റാഫ് ഉണ്ട്. അവരാണ്, കുറച്ച് ചേച്ചിമാരും താത്തമാരും ഒക്കെയാണ്. അവരാണ് ഇനി ഒഴിച്ചിൽ ചെയ്യേണ്ടത്. ഒഴിച്ചിലിന് വേണ്ടി ഈ രോഗി എത്തുന്നത് 5 മണിക്കാണ്, രാവിലെ 5 മണിക്ക്. അപ്പൊ അതിനു മുമ്പേ അവരവിടെ എത്തണം, ഈ സ്റ്റാഫ് അവിടെ എത്തണം. എന്നിട്ട് 2 മണിക്കൂർ നേരമാണ് ഒഴിയുന്നത്. കഷ്ടപ്പാട് പിടിച്ചൊരു ജോലിയാണ്, ചെറിയ ജോലിയൊന്നുമല്ല. ഈ ഒഴിച്ചിൽ ചെയ്യുന്ന ആൾക്കും ആ കിടക്കുന്ന രോഗിക്കും ഒരേപോലെ കഷ്ടപ്പാടാണ്. ഇത്രയും കഷ്ടപ്പാടുള്ള ഈ ജോലി ചെയ്യുന്ന ഈ സ്റ്റാഫിന് ആകെ കിട്ടുന്ന ശമ്പളം എത്ര എനിക്കൊന്നറിയാം? ഏറിപ്പോയാൽ ഒരു 15,000 രൂപയുണ്ടോ? എന്നാൽ ഈ രോഗിക്ക് ഒഴിച്ചിൽ വേണമെന്ന് എഴുതി വെക്കാൻ ഒരു 4-5 മിനിറ്റ് മാത്രം ചെലവഴിച്ച ഈ ഡോക്ടർക്ക് എത്രയാണ് ശമ്പളം എന്നറിയോ? ചുരുങ്ങിയത് 1,00,000 രൂപയുണ്ടോ? ആകെ 5 മിനിറ്റ് നേരം ഒരു രോഗിയെ പരിശോധിച്ച് ഇയാൾക്ക് ഒഴിച്ചിൽ വേണമെന്ന് എഴുതിയ ഡോക്ടർക്ക് 1,00,000 രൂപയും ഇത്രയും കഷ്ടപ്പാട് നിറഞ്ഞ ജോലി ചെയ്യുന്ന ഈ സ്റ്റാഫിന് ആകെ ഒരു 15,000-20,000 രൂപയും ശമ്പളം ഉണ്ടാവും. ഇത് ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് ശരിയാണോ? ആണോ? നീതി ഉണ്ടോ അതില്?
ഉണ്ടോ? ശരിയാണ്. ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ പറയും അത് ശരിയാണ്. കാരണം ഡോക്ടർ എന്നെഴുതിയ ആ ബോർഡുള്ള റൂമിന്റെ അകത്ത് ആ കസേരയിൽ വന്നിരിക്കുന്നതിന് മുമ്പ് ഈ ഡോക്ടർ കഷ്ടപ്പെട്ടൊരു കഷ്ടപ്പാടുണ്ട്. വായിച്ചു തീർത്ത കട്ടിയുള്ള പുസ്തകങ്ങളുണ്ട്, മനഃപ്പാഠമാക്കിയ കഠിനമായ തിയറികളുണ്ട്, ഉറക്കമൊഴിച്ച പാതിരാവുകളുണ്ട്, ബലി കൊടുത്ത പ്രിയപ്പെട്ട നിമിഷങ്ങളുണ്ട്. വെറുതെ കിട്ടിയതല്ല. അങ്ങനെ ഇതേ കഷ്ടപ്പെടുന്ന സമയത്ത് ഈ സ്റ്റാഫ് സുഖമായിട്ട് കിടന്നുറങ്ങുന്നത് ഉണ്ടാവും. 4-5 വർഷം ഈ ഡോക്ടർ കഷ്ടപ്പെട്ടത് കാരണം 50-60 വർഷം ഇനി യാതൊരു കഷ്ടപ്പാടില്ലാതെ ഇയാൾക്ക് ജീവിക്കാം. 4-5 വർഷം കഷ്ടപ്പെടാൻ മടിച്ചത് കാരണം 50-60 വർഷങ്ങൾ മുഴുവനും ഇനി ഈ സ്റ്റാഫിന് കഷ്ടപ്പെടേണ്ടി വരും. ഒരുപക്ഷെ ഈ ഡോക്ടറെക്കാളും ബുദ്ധിയുള്ള ആളുകളായിരിക്കും അവര്, അല്ലേ? ഈ ഡോക്ടറെക്കാളും വലിയ പദവിയിൽ എത്താൻ ഉള്ളിൽ കഴിവും കാലിബറുള്ള ആളുകളായിരിക്കും ഒരുപക്ഷെ ഇവര്. നേരത്തെ പറഞ്ഞ പോലെ മറഞ്ഞു കിടക്കുന്ന ആ അത്ഭുതത്തെ തിരിച്ചറിയാതെ പോയ മനുഷ്യരായിരിക്കും. പല കാരണങ്ങളുണ്ടാവും. ഒരുപക്ഷെ അവര് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ സാഹചര്യങ്ങൾ അവർക്ക് അനുകൂല ആവാതിരുന്നത് കൊണ്ടും ആവാം. പക്ഷേ അങ്ങനെ തിരിച്ചറിഞ്ഞ് കണ്ടെത്തിയ മനുഷ്യർ ലോകത്ത് വളരെ കുറച്ചുള്ളൂ. അതുകൊണ്ട് പരീക്ഷ എഴുതാനിരിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് ഒറ്റ രണ്ട് കാര്യ. ഒന്ന്, പ്രധാനമായി ഒരു കാര്യം നമുക്ക് ആത്മാർത്ഥമായി ചെയ്യണമെന്നുണ്ടെങ്കിൽ, തടസ്സങ്ങളില്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് സമാധാനമുള്ളതായി മാറണം. മനസ്സ് സമാധാനമുള്ളതായി മാറുക എന്ന് പറയുമ്പോൾ ആ കുട്ടി മാത്രം വിചാരിച്ച പോരാ. ആ കുട്ടിയുടെ സാഹചര്യങ്ങൾ അനുകൂലമാകണമെങ്കിൽ ചുറ്റുമുള്ള ഓരോ മനുഷ്യനും അത് വിചാരിക്കണം. വാക്കുകൾ അന്നമാണ് എന്നാണ് നമ്മുടെ ഭാരതീയ പൈതൃകം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വാക്കുകൾ അന്നമാണ് എന്ന് പറയുന്നത്. നമ്മുടെ പഴയ സന്യാസിമാരൊക്കെ അങ്ങനെ പറയാം, വാക്കുകൾ അന്നമാണ്. നമ്മളിങ്ങനെ കൈകൊണ്ട് എടുത്തിട്ട് വായിലൂടെ കഴിക്കുന്നത് മാത്രമല്ല അന്നം. നമ്മൾ കാണുന്നത് അന്നമാണ്, നമ്മൾ കേൾക്കുന്നത് അന്നമാണ്. ഈ കാണുന്ന കാര്യങ്ങൾ നമ്മളായി മാറും. നിരന്തരമായി ഒരു കാര്യം കണ്ടുകൊണ്ടിരുന്നാല് അത് നമ്മളായി മാറും. ഭക്ഷണം നമ്മളായി മാറുന്ന പോലെ നിരന്തരമായി നമ്മൾ എന്താണോ കേൾക്കുന്നത് അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും. ഇപ്പൊ നമ്മുടെ വീട്ടില് 5 വയസ്സായൊരു കുട്ടിയും 3 വയസ്സായൊരു കുട്ടിയുണ്ടെന്ന് വിചാരിക്കുക. ഈ 5 വയസ്സായ കുട്ടിക്ക് ഇവിടെ തൊടാൻ കഴിയും, ഇങ്ങനെ ഒന്ന് ചാടിയാൽ ഇവിടെ തൊടാൻ കഴിയും, അല്ലെ? 3 വയസ്സായ കുട്ടിക്ക് എത്ര ചാടിയാലും ചിലപ്പോ തൊടാൻ കഴിയില്ല. ഈ 3 വയസ്സായ കുട്ടിയോട് നമ്മൾ എന്താ പറയാ? 2 കാര്യങ്ങൾ പറയാം. ഒന്നുകിൽ പറയാം നിന്നെ കൊണ്ട് അതിന് കഴിയില്ല എന്ന് പറയാം, അല്ലെങ്കിലോ ഇക്കയുടെ അത്ര എത്തിയാലും നിന്നെ കൊണ്ട് കഴിയുമെന്നും പറയും. ഈ 2 വാക്കും ഈ കുട്ടിയുടെ ഉള്ളിൽ അന്നമായി മാറും. ആ കുട്ടിയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന വാക്കുകളായി മാറും. ഇത്രയും കുടുംബങ്ങളിവിടെ ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് പറയാം, നമ്മൾ ഈ അറബിയിൽ സാധാരണ പറയുന്നൊരു വാക്കുണ്ട്, ബർക്കത്ത് എന്ന് പറയും. നമ്മൾ മലയാളം പോലെ നമുക്ക് പരിചയമുള്ളൊരു വാക്കാണ് വർക്കത്ത് എന്നൊക്കെ പറയില്ലേ. വർക്കത്ത് എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത് എന്തിനാ പറയാ? നല്ലോണം പൈസയുള്ള ആളുകളെ കുറിച്ച് പറയാം. അവർക്കിപ്പോ നല്ല ബർക്കത്താണെന്നൊക്കെ പറഞ്ഞാല് അവർക്ക് നല്ലോണം പൈസ ഉണ്ടെന്നാണ്. നല്ലോണം പൈസ ഉള്ള ഒരാളോട് ചെന്നിട്ട് ചോദിച്ചു നോക്കൂ എന്താണ് ബർക്കത്ത് എന്ന്. അവരെന്താ പറയാ? നല്ലോണം പൈസയുള്ള ഒരാളോട്, ധാരാളം പൈസയുള്ള ഒരാളോട് എന്താണ് ബർക്കത്ത് എന്ന് ചോദിച്ചു നോക്കൂ. ഇനിയും കുറെ പൈസ ഉണ്ടാവുമെന്ന് അവര് പറയില്ല. അവരെന്താ പറയാന്നറിയോ? അവര് പറയും മനസ്സമാധാനം എന്ന് പറയും. ഉറപ്പായിട്ടും പറയും. ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ബെഡ് എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഏതാണെന്നറിയോ? ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ബെഡ്, ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല കിടക്ക, മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന മനുഷ്യന്റെ താഴെയുള്ള കിടക്കയാണ്. അത്രയും വിലപിടിപ്പുള്ളൊരു കിടക്കയാണ് സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന മനുഷ്യന്റെ ബെഡ്. നമ്മളെല്ലാ തിരക്കും കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി ഓഫ് ചെയ്ത് ഗേറ്റ് അടച്ച് നമ്മൾ കയറി ചെല്ലുന്നൊരു സ്ഥലമില്ലേ, അവിടെ സമാധാനം വേണം.
അവിടെ സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് എന്തൊക്കെ കിട്ടിയിട്ടും കാര്യം ഉണ്ടാവില്ല. അതാ നമ്മുടെ ഒരു മാഷ് പറഞ്ഞതാ. ആ മാഷ് ചെറിയ മോനായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ഇവന് ഇങ്ങനെ കിളികളെ പിടിച്ചിട്ട് കൂട്ടുകാർക്ക് കൊടുക്കും. തത്തയെ, കിളിയെ, കുരുവിയെ ഒക്കെ പിടിച്ചിട്ട് ചങ്ങാതിമാർക്ക് കൊടുക്കും. അപ്പൊ നമ്മുടെ ഈ മാഷ് ഒരു ദിവസം അവനോട് ചോദിച്ചു, അപ്പൊ നിന്റെ വീട്ടിൽ ധാരാളം കിളികൾ ഉണ്ടാവില്ലേ? നിനക്ക് കിളികളെ പിടിക്കാൻ അറിയാലോ, അപ്പൊ നിന്റെ വീട്ടിൽ ധാരാളം കിളികൾ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഇവനെന്താ പറഞ്ഞതെന്നറിയോ? ഇല്ലടാ, കിളികൾക്കൊക്കെ നല്ല സമാധാനം വേണം, അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാറില്ല. പറയുന്ന ആ കുട്ടിയുടെ ഉള്ളിലൊരു പൊള്ളലുണ്ടല്ലോ. കിളികൾക്ക് നല്ല സമാധാനം വേണം. സമാധാനം ഇല്ലാത്ത സ്ഥലത്ത് അവർ നിൽക്കൂല, അവര് പോവും. അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാറില്ല. വീടിന്റെ ഉള്ളിലെ സമാധാനം ഉണ്ടല്ലോ, വിലപിടിപ്പുള്ളതാ. നല്ല കഷ്ടപ്പാടാ അതിന്. നമ്മൾ വീട്ടിലുള്ള എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഒരാൾ എന്തോ പറഞ്ഞു, അത് മറ്റേയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അയാൾ അതിന് മറുപടി പറഞ്ഞു. ആ മറുപടി മറ്റേയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ ബഹളമായി. അതൊരു ബഹളമായി മാറിയപ്പോ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എനിക്കിന്ന് ഭക്ഷണം വേണ്ടെന്ന്. അപ്പൊ മറ്റേയാൾ പറഞ്ഞു, എനിക്കും വേണ്ട. അങ്ങനെ ആരും അന്ന് ആ വീട്ടിൽ ഭക്ഷണം കഴിച്ചില്ല. പിറ്റേ ദിവസം ആ ഭക്ഷണം അമ്മ പട്ടിക്കോ പൂച്ചയ്ക്കോ ഇട്ട് കൊടുക്കും. ആ ഇട്ട് കൊടുക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണമല്ല, ഒരു വീടിന്റെ സമാധാനമാണ്. ഒരാളൊന്നും മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, മറുപടിയൊക്കെ ഉണ്ട്, പക്ഷെ ഒരു വീടിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട്. ഗുരു നിത്യചൈതന്യ യതി എന്ന് പറയുന്ന ഒരു വലിയ സന്യാസി നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു വാക്കുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വാക്കാണ്. അദ്ദേഹം പറയാ, ഞാൻ പാമ്പാണ്, വിഷമുള്ള പാമ്പാണ്, പക്ഷെ ഞാൻ ആരെയും കടിക്കൂല. എനിക്കുണ്ട് മറുപടി, പക്ഷെ ഞാൻ പറയൂല. നീ പറഞ്ഞ വാക്കിന് മറുപടി എന്റെ അടുത്ത് ഉണ്ട്, പക്ഷെ ഞാൻ പറയൂല. എന്തിനാന്നറിയോ? ഈ വീടിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട്, ഇവിടെ കിടന്നുറങ്ങുന്ന കുഞ്ഞുങ്ങളുടെ കണ്ണ് കലങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ കിടന്നുറങ്ങുന്ന മനുഷ്യന് സമാധാനത്തോടെ കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറുപടി പറയൂല. ഇങ്ങനെ ഒരു കഷ്ടപ്പാടുണ്ടല്ലോ, ഇത് ചെറിയ കഷ്ടപ്പാടല്ല. ഒരു വീടിന്റെ സമാധാനം നിലനിർത്താൻ വേണ്ടി ഒരാൾ കഷ്ടപ്പെടുന്ന ഒരു കഷ്ടപ്പാട് ചെറിയ കാര്യമല്ല. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം സമാധാനമുള്ള ഒരു വീടാണ്. സത്യം. ഈ ലോകത്ത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ 2 സ്ഥാനങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ഈ ലോകത്ത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ 2 സ്ഥലങ്ങള്, ഒന്ന് മറ്റൊരാളുടെ പ്രാർത്ഥനയിൽ നമുക്ക് കിട്ടുന്ന സ്ഥലമാണ്. നമ്മൾ പറഞ്ഞിട്ടൊന്നുമല്ല, നമ്മൾ ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനിടയിൽ അയാൾ നമ്മളെ ഓർക്കുന്നു. ആ ഒരു സ്ഥലമില്ലേ ഈ ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം. രണ്ടാമത്തത് ഏതാണെന്നറിയോ? ഒരു കുഞ്ഞിന്റെ മനസ്സിൽ നമുക്കുള്ള സ്ഥലമാണ്. നമ്മൾ പറയുന്നത് കേൾക്കുന്ന ഒരു കുട്ടി, നമ്മൾ പറയുന്നതിന് വാല്യൂ ചെയ്യുന്ന ഒരു കുട്ടി ഈ ലോകത്തുണ്ട് എങ്കിൽ അത് നമുക്ക് ഈ ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ഥലമാണ്. കാരണം അതൊരു മനുഷ്യനാണ്, ചെറിയ മനുഷ്യനാണ്. ഒരു ചെറിയ കുട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ മനുഷ്യനാണ്. നമ്മൾ വലിയ കുട്ടികളല്ലേ, അല്ലെ? നമ്മൾ വലിയ മനുഷ്യന്മാരാന്ന് പറയുമെങ്കിലും ശരിക്കും നമ്മൾ വലിയ കുട്ടികളാണ്. അവര് നമ്മൾ ചെറിയ കുട്ടികളാന്ന് പറയും, സത്യത്തിൽ അവർ ചെറിയ മനുഷ്യന്മാരാണ്. നമ്മുടെ കുട്ടികൾ ചെറിയ മനുഷ്യരും നമ്മൾ വലിയ കുട്ടികളും. അത് അവരുടെ ഉള്ളിലെ നന്മ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക നമ്മളെക്കാൾ നന്മയുണ്ട്. കാരണം അവൾക്ക് മുൻവിധികൾ കുറവാണ് കുട്ടികൾക്ക്.